പിന്നെ ഈ സുധീഷുമായിട്ട് ഇവരുടെ പരിചയമായിട്ട് പിന്നെ പ്രവീണിന്റെ കല്യാണത്തിനൊക്കെ ശേഷം എൻട്രി ആയ ആളാണോ ഈ സുധീഷ്? അല്ലേ? അതിന് മുമ്പേ അല്ലായിരുന്നല്ലോ. അല്ല, ഇവരെ അവരെ ആങ്ങളെ ഇറക്കി വിട്ടിട്ട് മകൻ ഇറക്കി വിട്ടിട്ട് 1 വർഷത്തോളമായി. 2ാമത്തെ വർഷമാണിത്. ആ സമയത്ത് വാടകയ്ക്ക് വീടായിട്ട് ഇവരെ തറവാട്ട് വീട്ടിൽ ചെന്നു. അവിടെ വെച്ച് പരിചയമായ ഒരു വ്യക്തിയാണ്. അതായത് മോള് 2ാമത്തെ ആള് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു 7 മാസമുള്ള പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇവളുടെ വീട്ടിലേക്കുള്ള പോയായിരുന്നു. ആദ്യത്തെ പ്രസവത്തിനൊന്നും വിട്ടിട്ടില്ല. പക്ഷേ ഈ 2ാമത്തിനും അവിടെ ചെന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് പെയിൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ അവിടെയല്ല അഡ്മിറ്റ് ചെയ്തത്. അവിടെ പ്രസവം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. തിരിച്ച് എന്നെ വിളിച്ച് ആംബുലൻസ് വിളിച്ച് ഞാൻ പണി സ്ഥലത്ത് നിന്ന് കടപ്പുറം ഹോസ്പിറ്റലിലേക്കും ഇവർ അവിടെ നിന്ന് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പ്രസവം കഴിഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു 2 ആഴ്ചത്തോളം അവിടെ നിർത്തിയില്ലെന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ ഈ ചെറുക്കൻ നേരെ മേളത്തെ ഇവിടെ ഇവരുടെ തറവാട് വീടല്ലേ, ഇവരുടെ അമ്മ ഇവരൊക്കെ വരുമായിരുന്നു. പിന്നെ ഇവൻ്റെ അമ്മക്ക് താഴെ വീണ് ഇവിടെ ഫ്രാക്ചറായിട്ടിരുന്നപ്പോൾ ഈ എൻ്റെ വൈഫിൻ്റെ അമ്മയാണ് ഭക്ഷണവും സാധനമൊക്കെ കൊണ്ടൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് പിന്നെ ഇവനൊരു പ്രാവശ്യം മീൻ മേടിച്ചിനുമായിട്ട് അമ്മച്ചിരിക്ക് കൊടുത്തിട്ട് അമ്മച്ചി ഇവളും കൂടെ കറി വെച്ചുകൊണ്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ആ ചെറുക്കൻ ഞാൻ സുധീഷ് എന്ന് വിളിച്ചാൽ പോലും മൈൻഡാ പോവും. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു മറ്റുള്ള എല്ലാവരും നമ്മുടെയൊക്കെ സംസാരിക്കും. ഞാനൊരു പുറത്തുനിന്ന് നിന്നല്ല, ഒരു മോളെ കെട്ടിച്ചാണ്. അപ്പോൾ നമ്മൾ അയൽവാസികൾ ഇവ മൈൻഡിണില്ല. അങ്ങനെ കഴിഞ്ഞ് ഈ വീട് വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനും അമ്മച്ചിക്ക് ആരും ഇല്ലല്ലോ, അവരെ കുറച്ച് പൈസ ഉണ്ട്. അപ്പം ഇവരുടെ മൂത്ത ചേച്ചി വിളിച്ച് പറഞ്ഞ് ഇവിടെ നേരെ മൂത്താൾ പറഞ്ഞു ഫസ്റ്റിലേ വന്ന് മരുമകൻ പ്രവീണ. അപ്പോൾ പ്രവീണായിട്ട് എന്തെങ്കിലും ആദ്യം ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു പണി ചെയ്യും, നിങ്ങൾ എടുക്കണേലും 5 രൂപ 5 രൂപ കൂടുതൽ ഞാൻ തരുള്ളൂ, നമുക്കത് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കും വീടില്ലാതെ കിടന്നാരും പറയില്ലാന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വഴക്കായി. ഇവർ ഞാൻ പറഞ്ഞു വഴക്കുണ്ടാക്കേണ്ട, വാടക കരാറ് തീരുന്ന 1 മാസം മുമ്പ് തന്നെ വേറെ ഇങ്ങനെ വീട് ശരിയാക്കിയാണ് കാർമൽ സ്കൂളിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഇവനും അവിടെ നിന്ന് ഉടക്കി പോന്നു. ഇവൻ പറഞ്ഞ് അവർക്ക് കൊടുക്കാത്ത കാര്യം എന്താണ്, അത് നിങ്ങൾക്ക് ആരും ഇല്ലാഞ്ഞിട്ടല്ലേ, മകൻ്റെ സ്ഥാനത്ത് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉടക്കി പോകുന്നതാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇവൻ എന്നിട്ട് ഇവൻ്റെ കൊച്ചിച്ചൻ്റെ വീട്ടിൽ പോയാൽ താമസിച്ചത്. എന്നിട്ട് ഇവർ എല്ലാ ദിവസവും ഇവൻ ബസ്സിലെ ഡ്രൈവിങ് പണി നിർത്തി. ഇവന് ആശാരിപ്പണി അറിയാം. അപ്പോൾ ഇവർ അളിയൻ്റെ കൂടെ പണിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവൻ ടൗണിൽ നിൽക്കുന്ന കാണുമ്പോൾ അമ്മായിച്ചൻ എപ്പോഴും ഇവനെ വിളിച്ചിട്ടുമായിട്ട് പറഞ്ഞ് എൻ്റെ മക്കളാരും ഇല്ല, ഇപ്പം പെൺമക്കൾ രണ്ടിടത്ത് എൻ്റെ മകൻ ഇറക്കി വിട്ടു, നീ വല്ല വഴിയിൽ നിന്ന് ഞങ്ങളുടെ പേരും പറഞ്ഞ് ഇറങ്ങിയിട്ട് വല്ലയിടത്തുനിന്നും ഭക്ഷണം കഴിക്കേണ്ട, ഒരു നേരം വൈകുന്നേരം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞ് ഇവനെ വിളിച്ചിട്ട് വന്ന് വൈകുന്നേരം ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഇത് ഞാൻ വിളിച്ച് ഉള്ള കാര്യം പറയാൻ ചീത്തയായിട്ടാണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മക്കളും വൈഫും ചെല്ലുമ്പോൾ അന്യതായിട്ടൊരുത്തൻ അവിടെ സംഭവം ഒരു 10 മിനിറ്റ് നേരത്തൊക്കെ ഉള്ളൂ, 7:30 വരും, 7:45 പോവും. എന്നാൽ തന്നെയും ഒരു പകൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വ്യക്തി പോണതും എനിക്ക് പരിചയമില്ലാത്ത വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് അയൽപക്കം എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കുക, അത് വളരെ മോശപ്പെട്ട പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫും ഇവരൊക്കെ പറഞ്ഞ് പിന്നെ എത്ര വന്നാലും ഒരു നേരത്തെ ഭക്ഷണത്തിനല്ലേ ഉള്ളൂ, നമ്മൾ വല്ലപ്പോഴും ചെല്ലണം, അത് നിങ്ങൾക്കൊരു സഹായം ആണ്. ആ സഹായമാണെന്ന് പറഞ്ഞ കാര്യം പിന്നെ അപ്പച്ചനെ വണ്ടി അടിച്ചപ്പോഴും എല്ലാം വിളിച്ച് പറഞ്ഞതും എല്ലാ കാര്യത്തിനും ഓടിയതവനായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് അവനെ കണ്ടിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ മക്കൾ ചെല്ലുമ്പോഴത്തേക്കാണെങ്കിലും ഇവൻ ബിസ്ക്കറ്റ് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ പറയും ഇതേ ഞാൻ പറയും ഇതൊന്നും ശരിയല്ല കേട്ടാ മുത്തേന്ന് പറയും, അത് മാമാന്ന് വിളിക്കണ കേട്ടാ, ഞാൻ ഞാഞ്ഞിന്ന് വിളിച്ചിട്ടിരുന്നല്ലേ എന്ന് പറയും. അപ്പം അങ്ങനെ ഈ ആങ്ങളെന്ന് വിളിച്ച എന്നെ സംബന്ധിച്ച് എൻ്റെ പെങ്ങളെന്ന് വിളിച്ചിട്ട് പെങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുപോയി എനിക്കില്ല, ഞാനിത് തിരിച്ച് ചോദിക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ ഒരു കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി ബാഗ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്, എന്ന് ചെയ്തു? അത് 2ാമത്തെ കൊച്ചിൻ്റെ പ്രസവത്തോടു കൂടിയാണ് നിങ്ങളെ ചെയ്തത്. ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ എതിർത്തതാണ്, എൻ്റെ ഭാര്യയും ഞാനും എതിർത്തതാണ്, അത് നീ ചെയ്യരുതെന്ന് പറഞ്ഞു. അത് പിന്നെ ഇവൻ അത് അവരുടെ ആ കുട്ടിയുടെ നിർബന്ധം കൊണ്ട് ചെയ്ത അതല്ല, അത് നിർബന്ധം മാത്രമല്ല, ഇവർക്ക് യൂട്രസിന് അവിടെ ഒരു മാംസം പോലെ വളർന്നിട്ട് പ്രശ്നമായിരുന്നു. ഓപ്പറേഷൻ 2 പ്രസവമായിരുന്നു. ആ സമയത്ത് പോലും ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് പറയും. പക്ഷേ ഒരു പെണ്ണ് പറയണതാണ് നമ്മളപ്പോൾ ഇതാണ് പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ ഹെൽത്ത് സെൻറ്റർ വഴി ഇപ്പോൾ പെണ്ണുങ്ങളെയൊക്കെ കൂടുതൽ അവർക്ക് സ്ട്രെയിനിനെ കൂടുതൽ ആണുങ്ങൾക്കാണ് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരൊരു 3 ഉദ്യോഗസ്ഥന്മാർ, ഒരാൾ പോലീസുകാരനാണ്, അങ്ങനെ വേറെ 2 ഉദ്യോഗസ്ഥന്മാരായിട്ട് മറ്റു പറഞ്ഞ് ഞങ്ങളൊക്കെ ചെയ്തു, ഇതാണ് മോനെ സേഫ്റ്റി, ഇതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ തൻ്റെ വൈഫിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് പിന്നെ പ്രവീണ് ആലോചിച്ചിട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്
ഇനി വീട്ടിൽ പറഞ്ഞാലും ഇത് എല്ലാ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഞാൻ അറിയിച്ചേക്കാന്നും പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശനിയാഴ്ചയാണ് ചെയ്യാൻ പോണത്. ശനിയാഴ്ച ആ ചേച്ചിയും ആ ഒരു സാറും കൂടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോൻ ഇന്ന പോലെ വരണം, ടെസ്റ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും വൈഫ് മാഡത്തിനെ വിളിച്ച് പറഞ്ഞു, അവരെ വിളിച്ച് പറഞ്ഞു, ഇന്ന പോലെ എനിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കൗൺസിലിംഗ് പോലെ ഉണ്ട്. അവർ പറഞ്ഞ് തൻ്റെ വൈഫിന് ഇങ്ങനൊരു വിഷയമുണ്ട്, തൻ്റെയൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിട്ടാണ്, അതുകൊണ്ട് തൻ്റെ വൈഫിൻ്റെ ജീവൻ്റെ കാര്യത്തിന് താനാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കാര്യം വലിയ പ്രായമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാനപ്പോൾ വിളിച്ച് ഇന്ന പോലെ സംഭവം ഉണ്ടോ, നേരാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈഫിന് ഇനിയിപ്പോൾ ഞാൻ കാരണം ഒരു മരണം അങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് ഞാനത് ഏറ്റു ചെയ്തു. ആ പൈസ അവിടുന്ന് ചെയ്തിട്ട് വന്ന് വൈഫിൻ്റെ അക്കൗണ്ടിലേക്കാണ് 2000 രൂപ വന്നു. ആ പൈസ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയെന്ന് പറഞ്ഞു. ഞാൻ വരുന്ന ആൾ ഡ്രസ്സ് എടുത്ത് വീട്ടിൽ വന്നു. ഇവര് പറയുന്ന പോലെ ആശ്രയി രണ്ടാമത് പ്രഗ്നന്റ് ആണെന്നാണല്ലോ അവൾ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ ഷി ഹാസ് ഗോട്ട് എ റീസൺ. കാരണം അവൾക്ക് ഒരിക്കലും ഇയാളോട് ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ ഈ കുട്ടികളെയൊക്കെ വിട്ടിട്ട് പോകാനുള്ളൊരു കാരണമായിരിക്കാം. കാർ ടെസ്റ്റിൻ്റെ സാധനം കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ MLAയുടെ വൈഫ് നേഴ്സാണ്. അപ്പോൾ അവിടെ പോയി ചോദിക്കാനുള്ള മടി കൊണ്ട് തന്നെ ഞാൻ ഇത് മേടിച്ച മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. പക്ഷെ അത് നെഗറ്റീവാണ്, ആ സാധനം നെഗറ്റീവാണ്. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ടെസ്റ്റ് ചെയ്തേക്കണം. മേടിച്ച ഈ ഇതൊരു ഡേറ്റ് ഉണ്ട്. ഇവർ പോണതിന് 3 ദിവസം മുമ്പാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവർ പോണത് 2-ാം തീയതിയാണ്. 29-ാം തീയതി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ സാധനം ഇരിപ്പുണ്ട്. പ്രഗ്നൻസി ഒന്നും ഇല്ല അത്. അദ്ദേഹത്തിന്റെ ഈ പൈസ ഒക്കെ കൊണ്ടുപോയി പറയുന്നതിന് എന്താ സാർ ചെയ്യാം? ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടാമത് വരികയാണെങ്കിൽ ഇനി സ്വീകരിക്കാൻ തയ്യാറില്ല. അല്ലല്ല, വേണ്ട തയ്യാറില്ല. ഓക്കെ. പക്ഷെ ഇനി ബാക്കി വരുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സ്വർണ്ണങ്ങൾ ഇത് തിരിച്ചു കിട്ടണം അല്ലേ? ലീഗലി ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇയാൾ ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഇയാൾക്ക് കൊടുക്കേണ്ട ബാധ്യത ശരിക്കും പറയണമെങ്കിൽ ഇല്ല. പക്ഷെ ഒരു മോറൽ സൈഡ് ഉണ്ടല്ലോ. അല്ല, ഭാര്യ എടുത്തതാണ്, കള്ളപ്പൊട്ട് എടുത്തായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇത് മോഷണമെന്നും പറഞ്ഞ് കൊടുത്താൽ പറ്റുമോ സാർ? മോഷണമെന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഇതിലെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലാണ്. അർത്തിങ്കൽ ചെയ്യാം, അത് വേറെ വേറെ അർത്തിങ്കൽ കൊടുക്കാനുണ്ടായ കാര്യം അതല്ല, മുമ്പല്ലേ? അല്ല, അർത്തിങ്കൽ കൊടുക്കാനുണ്ടായ കാര്യം വെച്ചാൽ ഇവൻ പണി ചെയ്യുന്ന അവിടെ നിന്ന് അപ്പം ഇവർ വന്നതിന് ശേഷം ഇവർ തീരുമാനിച്ചൊരു വീട് എടുത്ത് തൽക്കാലത്തേക്ക് വാടകയ്ക്ക് മാറിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പണി ചെയ്യുന്നിടത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ മുതലാളി 50,000 രൂപ കൊടുത്തു. ഈ 50,000 രൂപ അലമാരിയുടെ അകത്ത് വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ 10-30,000 രൂപ ഉണ്ടാണ് പോയപ്പോൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവൻ പോയിട്ട് ഈ വിഷയം ഉണ്ടായിട്ട് ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പൈസയിലായിട്ട് പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ പോലീസ് സ്റ്റേഷൻ പോലീസുകാരാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. ഇവിടെ ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അലമാരി വന്ന് തുറന്നു നോക്കുമ്പോൾ ഈ 50,000 കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ്. ഇതിലെ മെയിൻ ആയിട്ടുള്ള കേസ് നിൽക്കുന്നത് ഈ പറഞ്ഞ തൃശ്ശൂരുള്ള ആ പോലീസ് സ്റ്റേഷനാണ്. അവിടെ എന്തെല്ലാം FIR രജിസ്റ്റർ ചെയ്യാൻ അറിയോ? മാൻ മിസ്സിംഗ് കേസാണോ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു മോഷണം ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്? ഞാനവിടെ കൊടുത്തേക്കണത് എൻ്റെ ഭാര്യ കാമുകനുമായിട്ട് ചേർന്ന് എന്നെയും മക്കളെയും റൂമിൽ പൂട്ടിയിടുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും സമ്പാദ്യങ്ങളും സ്വർണവും എൻ്റെ മോളുടെ ഉൾപ്പെടെയുള്ള എടുത്തുകൊണ്ട് നാട് വിടുകയും ചെയ്തു. അത് ഞാൻ അതിൻ്റെ പുറകെ മൊഴി കൊടുത്തപ്പോൾ എൻ്റെ പുറകെ ഓടിയിട്ട് പോലും നിന്താതെ പോയി. പിന്നെ എനിക്ക് ആ സാധനം തിരിച്ച് കിട്ടാനും എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിയുടെ എൻ്റെ മക്കളുടെയും പേര് ഇനി ഇവളൊരു പരാതിയും കൊണ്ട് വരാതിരിക്കുകയും എനിക്ക് നഷ്ടപ്പെട്ട മുതലെല്ലാം തിരിച്ച് കണ്ടെടുത്ത് തരികയും ചെയ്യണമെന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇതിൽ കേരള പോലീസ് ആക്ട് പ്രകാരം 57 പ്രകാരം മാൻ മിസ്സിംഗ് കേസും ഉണ്ടാവും, 58 പ്രകാരം നിങ്ങൾ നഷ്ടപ്പെട്ട പ്രോപ്പർട്ടിയുടെ കേസ് ഉണ്ടാവും. അപ്പോൾ അത് 379 എന്ന് പറയുന്ന തെഫ്റ്റ് കേസ്, തെഫ്റ്റ് അതിൽ 3 വർഷത്തെ തടവ് കിട്ടാവുന്നതും 380 എന്ന് പറയുന്ന സെക്ഷൻ വീട്ടിലോ അല്ലെങ്കിൽ റൂമിലോ താമസിക്കുമ്പോൾ മോഷണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് 7 വർഷം വരെ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ അത് ഇപ്പോൾ അവിടെ അങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് എനിക്കറിയില്ല. അവിടെ FIRൻ്റെ കോപ്പി സാധാരണഗതിയിൽ നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ കോപ്പി തരണം, അദ്ദേഹം പറഞ്ഞ പോലെ തരണം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ വാങ്ങിക്കണം. ഇനി അഥവാ അത് അങ്ങനെ അല്ലെങ്കിൽ അവിടെ തന്നെ അത് അങ്ങനെ ചാർജ് ഓൾട്ടർ ചെയ്യേണ്ടതാണ്. പിന്നീട് ഇത് അവർ ആക്ഷൻ എടുക്കണില്ലെങ്കിൽ, ഇപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, സാധാരണഗതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണം പോരെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ SP കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സൂപ്രണ്ട് പോലീസ് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി ആക്റ്റീവ് വെക്കേണ്ട അങ്ങനെയാണ്. അതേ അവിടെ നടക്കുകയുള്ളൂ. അക്കൗണ്ടിൽ പേഴ്സണലായിട്ട് ഞാൻ അവളുടെ അക്കൗണ്ടിൽ ഞാനായിട്ട് കൊടുത്തുവെച്ചാൽ കുറച്ച് 10-30 രൂപ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ടാണോ അത്? അല്ല, അതെ, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വണ്ടി വെച്ചാൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വണ്ടി ഒരു 2 CC കുടിച്ച് വന്നപ്പോൾ സിവിലാവും.
ഒരു കുടിശ്ശിക വന്നു. നിങ്ങളുടെ അക്കൗണ്ട് അല്ല, ജോയിന്റ് അക്കൗണ്ട് അല്ല, അവരുടെ അക്കൗണ്ട്. അങ്ങനെയാണ് അവളുടെ പേരിലേക്ക് പേഴ്സണലായിട്ട് അക്കൗണ്ട് വന്നിട്ട്. നിങ്ങളുടെ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കായിരുന്നു. അത് ഇല്ലല്ലോ. അല്ല, ഒക്കെ വിട്ടോ ഇത് കൊണ്ടുപോയല്ലോ ഇപ്പോൾ അല്ലേ? മൊത്തം എടുത്തു പോകും. ഇനിയിപ്പോൾ അവരെ വിളിച്ചാൽ ഈ പറഞ്ഞ പോലെ കേസുമായിട്ട് നടന്ന് ശിക്ഷിക്കുക എന്നൊക്കെ അല്ലാതെ അവരിൽ മുതലുണ്ടോന്ന് ആദ്യം അറിയണം. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ മുതലുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അവരുടെ വീട്ടില് അസറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അയാളുടെ ആന്റിസിഡൻസ് നോക്കുമ്പോൾ വലിയ നല്ലൊരു റെപ്യൂട്ടേഷൻ അല്ല. ഇവർക്കും നല്ലോണം ഈ ചുറ്റിക്കറങ്ങി നടക്കുക, ഷോപ്പിംഗ്, ഹോട്ടലിലെ ഭക്ഷണം, ഇത് വളരെ താല്പര്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അതിനുവേണ്ടി കാശൊക്കെ കഴിഞ്ഞ ആ പണം അങ്ങ് തീർന്നു കഴിയുമ്പോൾ ഇവര് വളരെ അപകടകരമായ അവസ്ഥയിൽ ഇവരാവും. ഇപ്പൊ ഇങ്ങനെ ചെയ്യൂ, ആ FIR രജിസ്റ്റർ ചെയ്തിട്ട് FIR നോക്കിയിട്ട് നിങ്ങൾ അവരെ ഇപ്പൊ കൈയോടെ പിടിക്കാൻ കഴിഞ്ഞാൽ വല്ല പൈസയും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാം. അല്ല അവരൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവന്റെ പേരിൽ സ്വത്ത് വേണം. സ്വത്തില്ലല്ലോ, അവന്റെ പേരിൽ അവരുടെ വീട്ടിലേക്കാണുള്ളൂ. നമുക്ക് അവന്റെ പേരിൽ ഒരു പക്ഷെ വല്ലതും കാണുമായിരിക്കും. കാര്യം അവന്റെ പേരിൽ 53,000 രൂപ അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ ഒറ്റ ഇതാണ് പെൺമക്കൾ രണ്ടുപേരും കെട്ടിച്ചുവിട്ടാണ് ഈ പറഞ്ഞ തറവാട് വീടെന്നൊക്കെ പറഞ്ഞത് ഇവരുടെ എല്ലാവരും ഓഹരിയാണ്. അപ്പം അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്കിലും നിങ്ങൾ പോലീസ് മുഖാന്തരം ശ്രമിക്കും, ഇല്ലെങ്കിൽ വല്ല സിവിൽ കേസോ കാര്യങ്ങളൊക്കെ കൊടുത്ത് മേടിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ ചില ഇവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സഹായത്തോടു കൂടി തീർക്കാൻ ഈ പ്രോഗ്രാം വഴി നമുക്ക് പറയാം. എന്തായാലും ടെലികാസ്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ആൽഫയും സുധീഷും ഇത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്തിരിക്കുന്നത് എത്ര വലിയ പാതകമാണെന്നുള്ളത് മനസ്സിലാക്കും ആൽഫ. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഇപ്പോൾ ഈ കുട്ടിയുടെ ഗൗരി പറഞ്ഞതുപോലെ ആ കുട്ടികളുടെ കാര്യം അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ അവതാളത്തിലാക്കി കടവും കാര്യങ്ങളും അയാളുടെ മൊബൈൽ ഫോൺ വരെ എടുത്തുകൊണ്ട് പോകാൻ അത്രയും ക്രൂരത എങ്ങനെ അയാളോട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം മനസ്സിലാവും. നിങ്ങൾ സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാൾ, അല്ലാതെ നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതല്ല അയാൾ. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഭാവിയിൽ സുധീഷിൻ്റെ കയ്യിൽ നിന്നും എന്ത് പെരുമാറ്റമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. കാരണം ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ 2 കുഞ്ഞുങ്ങളെയും വിട്ടു വന്നൊരു സ്ത്രീയെ ഒരു പുരുഷൻ അത്ര വലുതായിട്ട് ബഹുമാനിക്കാൻ വഴിയില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞു തന്നെ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങളുടെ ജീവിതം അവതാളത്തിലാവും, അതിന് യാതൊരു സംശയവുമില്ല. അധികം താമസിയാതെ കൂടുതൽ കുരുക്കുകൾ ഉണ്ടാക്കാതെ ഇനി അങ്ങോട്ടങ്ങോട്ട് നിയമത്തിൻ്റെ കുരുക്കുകളിലോട്ടും പോലീസ് സ്റ്റേഷനിലും കോടതിയൊന്നും കയറി ഇറങ്ങാതെ നല്ല രീതിയിൽ അയാളുടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ള മുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ചിലവാക്കിയിട്ടില്ലെങ്കിൽ അതങ്ങ് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പണിയെടുത്തും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങൾ TTC പഠിച്ചതെന്നൊക്കെയല്ലേ പറയുന്നത്. നിങ്ങൾ ജോലി ചെയ്ത് കുറേശ്ശെയായിട്ടായാലും അയാളുടെ ആ കടം നിങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കണം എങ്ങനെയെങ്കിലും. അത്രേ പറയാനൊക്കൂ. പറഞ്ഞല്ല, നല്ലൊരു ആർട്ടിസ്റ്റ് നമുക്ക് പരിചയമുള്ള ആളാണ്, സ്റ്റേജിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കലാകാരൻ. അയാളുടെ ഇന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കണം, അത്രേ പറയാനുള്ളൂ. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.